Hi friends, hello. Hello. Hi. Good afternoon, my dear friends. Hi. Hi, Jeevan. Hi, Andy. Hi, Mahesh. Hi, Anidia. Hi, Mahesh Kumar. Jeevan, love you. Prashant, hi. Super. Namaskaram, Minisheta. Namaskaram. Ajish, hi. Jeevan, hi. Kamal PJ Mata, hi. Hi. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? जीवन साफ्टे बेबी. हाँ साफ्टींग है. कविता हाय. हाय हाय डा. கண்டிப்பா சாப்பிட்டீங்களா? சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா? சாப்பிட்டீங்கக்கா சாப்பிட்டீங்க. ஹலோ ஹாய். ஹாய் கமல் விஜய் மேட்டா. கோபி அம்மலா ஹாய். ஹவ் ஆர் யூ? ஃபைன். രതീഷ് ഹലോ. രാഹുൽ ഹായ്. അനി മണി ഹായ്. ഹായ്. സുഖം സുന്ദരം. ഓക്കെ കമൽ വിജയയുടെ ഫുഡൊക്കെ കഴിച്ചോ? വിനീഷേട്ട ഫുഡ് കഴിച്ചോ? രശ്മിക ഹായ്. അനിത മുഹമ്മദ് ഹായ്. ഗോപി ഹലോ. നസീർ ഹായ്. സ്വാമി ഗുഡ് ഈവനിങ് മൈ തങ്കമ്മേ. വിനീതൻ ഏട്ടാ സൗഖ്യമാണ്. എനിക്ക് സുഖമാണ് ഏട്ടാ. ഓക്കെ ഫോളോവേഴ്സ് വിജയാശംസകൾ. താങ്ക് യു ബിനീഷ് ഏട്ടാ. ബിനീഷ ഓക്കെ. കാർത്തിക് ഗുഡ് ആഫ്റ്റർനൂൺ. അനു സുഖം എന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കുന്ന ഏട്ടാ. ഹായ് അനിത. മണിയുണ്ടേട്ടാ നമസ്കാരം. കഴിച്ചു. ഞാൻ കഴിച്ചു ഏട്ടാ. കഴിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മോനെ എവിടെ? ഉറങ്ങുന്നു. ദിനേശ് ഐ ലവ് യു ടു. ചെന്നൈ അക്ക. ചെന്നൈയിലോ? ഓക്കെ. ചൂടുണ്ടോ? ഇവിടെ ഭയങ്കര ചൂടാണ്. കുമാർ I love you. KS Karthi, your is very nice. Thank you. Jalam, good afternoon. Harish, love you. I love you. Hari, I love you now. Shivakumar, love. Anish, hi. Anisheta, hi. Ravish. എല്ലാ ഫോളോവേഴ്സും ഓരോ പോലെ. പളനിസ്വാമി ഹായ്. അച്ചു നമസ്കാരം. അച്ചു ഫുഡ് കഴിച്ചാ? സുഖമാണോ? മഴയൊക്കെ പോയോ? ചൂടാണോ അവിടെ? ഇപ്പോൾ വെയിലാണോ? എന്താണ്? പിന്നെ ഫുഡ് കഴിച്ചു മണിയണ്ടേട്ടാ. ഫുഡൊക്കെ കഴിച്ചു.
രജോഷ് ജോഷ് ഹായ് ഡിന്നർ, ഞാൻ പാലക്കാട്. ഓക്കെ, ഐ ലവ് യു. ഭാസ്കരൻ ഹായ് ഡാർലിംഗ്, ലവ് യു. പിന്നെ എന്താണ് മാന്യമായിട്ട് ചോദിച്ചാലോ ഞാൻ മറുപടി പറയുമ്പോൾ ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. ഓ ചൂട് ഒന്നും AC കയറും. ഞാൻ കഴിച്ചു. ഓക്കെ, അച്ചു കഴിച്ചാ? നല്ല ചുരിദാർ, താങ്ക് യു ട്ടാ. നൈനല്ലേ ഗഫുറോട്ട ഹായ്. പ്രിയ റാണി யாரு தெரியல സുരേഷ്. ഫേക്ക് ഐഡി ആയിരിക്കും അല്ലേ? മതി മൈ ഡിയർ സ്വീറ്റ് അനിത മതി. ഫുഡ് കഴിച്ചു കേട്ടാ, നിമിഷേട്ടൻ കഴിച്ചു, ഞാൻ കഴിച്ചു. രാജ് RK അതെൻ്റെ ഫോട്ടോ അല്ലേ അത്? എവിടെയോ അച്ഛനാരെ കണ്ടിട്ട് പറഞ്ഞ് നോക്കിയതാ. ഹായ് ജനനേട്ടാ ഹായ്. മക്കള് ഒരു കുട്ടി ഓർമ്മ, രണ്ടുപേര് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്രിക്കറ്റ് കളിക്കാനും പോയി. വെളിയിൽ നല്ല കാറ്റടിക്കുന്നുണ്ട്, ഈ ഫാൻ എന്തിനാ ഓടുന്നത്? രാജ് സ്പെഷ്യൽ ഇൻ ലഞ്ച് ടുഡേ? സ്പെഷ്യൽ ഒന്നുമില്ല, സാമ്പാർ, ബ്രിഞ്ചൽ സാമ്പാർ. ശരിയാണോ? ബ്രിഞ്ചൽ മഞ്ഞ സാരിയിലാണ് അതേ ദിലീപേട്ടാ. പിന്നെ ഞാൻ മഞ്ഞ സാരിയൊക്കെ ഉടുക്കാമെന്ന് വിചാരിച്ചതാ. മഞ്ഞയല്ല, ഓറഞ്ച് വൈറ്റ് റെഡ് മിക്സ് ചെയ്തത്. സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ സാരി ഉടുത്തേനെ. ഹായ്, എൻ്റെ കുട്ടി എന്നെ ഓർമ്മയുണ്ടോ? ശ്രീകുമാറേട്ടാ ഓർമ്മയുണ്ട്. സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? കളിക്കാൻ പോയിട്ടാ? സെക്കൻഡ് നമസ്കാർ. ഇത് ഞാൻ കണ്ടില്ലല്ലോ, എപ്പോഴാ അയക്കുന്നത്? രാജ്, ഞാൻ കാണുന്നില്ലല്ലോ ഈ മെസ്സേജ്. ഗണീഷ രാജ് ഇതൊക്കെ പറയാൻ ചുരിദാർ നന്നായിട്ടുണ്ടോ? താങ്ക് യു. ഫുഡ് കഴിച്ചു, മീൻകറി, രസം, തോരൻ, അവിയൽ. ഓ സൂപ്പർ. വരട്ടെ വീട്ടിലേക്ക് അച്ചു. സാരി ടുഡേ എക്സ്പെക്ടിങ്. അതല്ലേ എന്നെ പന്ത്രണ്ട് ടൈം ഇല്ല. സാരി എടുത്തു വെച്ചു സത്യം രാജ്, ഇവിടെ തന്നെ ഉണ്ട് സാരി, കൊടുത്തില്ല. ഭക്ഷണം കഴിച്ചു കേട്ടോ. ജനനേട്ടൻ ഫുഡ് കഴിച്ചോ? രാജ് അതെ, ഞാൻ ഉടുക്കണം വിചാരിച്ചതാ, എന്ത് ചെയ്യാനാ. രാജ കലൈ ഡിഷ്. എന്നാലും ഫാനൊന്നും കറങ്ങി കണ്ടു. ഇന്നലും ഫാനൊന്നും കറങ്ങി കണ്ടൂല്ലേ? ശരിയാ. അതിനൊരു നമ്പർ തരുമോ? നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു പൊട്ട് സമയമില്ല. ശ്രീകുമാരട്ടെ, സത്യം അതാണ്. സമയം എന്ന് പറയുന്ന സാധനം എനിക്കില്ല. ശ്രീ സുന്ദരിയായി, താങ്ക് യു. കുട്ടികളൊക്കെ ലീവല്ലേ ഏട്ടാ? ശ്രീകുമാറേട്ടാ സ്കൂളിൽ പോകുന്നില്ല, 2 മാസം ലീവല്ലേ? അവരെ നോക്കാനും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ തന്നെ എനിക്ക് സമയം. പിന്നെ ഇതിലാണ് 2-3 റീൽസ്, ഒരു വീഡിയോ, 2 വീഡിയോ ചെയ്യുമ്പോഴേക്കും അത്ര തന്നെ സമയം പോയി. ശ്രീ സുന്ദരിയായി, താങ്ക് യു. ഏത് ഡ്രസ്സിലും മാനങ്ങളാണ്. താങ്ക് യു കേട്ടാ. കമൽ പിജി കേട്ടാ. ഹായ് കേരള. എന്നാ സാരി ഉടുത്തിട്ട് ലൈവിൽ വരിക?
ദിലീപ് ഏട്ടാ ഓക്കെ ഏട്ടാ. സുരേഷ് ഏട്ടാ ജ്യൂസ് തരുന്നു. ഓക്കെ. എന്ത് ജ്യൂസാണ്? ബൈജു ചേട്ടാ ഹായ്. മഹാരാഷ്ട്ര ഫോർമേഷൻ്റെ വളരെ ശരിയാണ്. ചേട്ടന് കുറച്ച് ദിവസം എന്ത് പറ്റി? ഇല്ലെങ്കിൽ നേരെ ചിരിക്കായിരുന്നു, എന്നെ കളിയാക്കിക്കൊണ്ട് ചിരിക്കായിരുന്നു. ഇപ്പം എന്ത് പറ്റി? ശ്രീ പാലക്കാട് വരുമ്പോൾ കാണാം. ആ ഓക്കെ ഏട്ടാ. ശ്രീ ഏട്ടാ നമസ്തേ. ചിക്കൻ ബിരിയാണി ആണ് കഴിച്ചത്. വേറെ ലെവല്, സൂപ്പർ. ഇനി എന്നാ കൊട്ടേക്കാട് വരിക? വരും ഉടനെ വരും. മഹാരാഷ്ട്ര ഡേ എന്നൊക്കെ പറയുന്നു. സുഖമല്ലേ? സുഖമായിരിക്കുന്നു ഏട്ടാ. ഏട്ടന് സുഖമല്ലേ? അജ്മഷ് ഏട്ടാ. ഹായ് ജെറിൻ, ഹായ് ബിനീഷ്. തമിഴ് ഹായ്. എന്തൊരു ചൂടാണ്, വേർത്തിട്ടേ വരുന്നു. ഫാൻ ഇട്ടിട്ട് കാര്യമില്ല, ഇവിടെ വേർത്തുകൊണ്ടേ ഇരിക്കുക. കുഞ്ചു ഹായ്. വീട്ടിൽ പോയി വിളിച്ചാൽ മതി കേട്ടോ. ചേച്ചി വിളിക്കൂ കേട്ടാ പ്ലീസ്. എനിക്ക് നമ്പർ തരുമോ? ആ തരാട്ടാ. സലാം ഗഫൂർ ചേട്ടാ. അച്ഛ ഹോളിഡേ ഇൻ മഹാരാഷ്ട്ര. ഇവിടെയും ഹോളിഡേ ആണ്, ഇവിടെ എല്ലാവർക്കും ലീവാ. ഇന്ന് മെയ് 1 അല്ലേ? രാജ് ഓക്കെ. മുഹമ്മദ് സുഖമല്ലേ ചേച്ചി? സുഖമായിരിക്കുന്നു. ജയേട്ടൻ രാധേട്ടൻ എവിടെ? അറിയില്ല, കാണാനില്ല ആരെയും. തമിഴ്നാട്ടിൽ ആണോ? അതെ. പത്മകുമാർ ഹായ് സുരേഷ് ഇട്ട. എന്നോട് സംസാരിക്കാം. മനീഷ് ഹായ് അനു. ഞാനൊരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇരിക്കുന്നു. അതെല്ലേ? ശരി ഏട്ടാ മനീഷ് ഏട്ടാ. നിനക്ക് ഭംഗിയുള്ള ചിരിയുണ്ട്. ഓക്കെ താങ്ക് യു ഏട്ടാ. എനിക്കും ഓടി. എനിക്ക് സതീഷ് ഏട്ടാ ഹായ്. സുഖമാണോ? സുഖമായിരിക്കുന്നു ചേച്ചി. ഡാൻസ് നമ്പർ എന്തോ പറഞ്ഞു. സെന്തിൽ മുരുകൻ സൂപ്പറായിരിക്കും. എന്താണ് കയ്യിൽ? ചേട്ടാ കയ്യിൽ എന്താണ്? ഒന്നുമില്ല, ഞങ്ങൾക്ക് ലീവില്ല. ദിലീപേട്ടന് ലീവില്ല. സുരേഷ് ഏട്ടാ തമിഴ്നാട്ടിൽ എവിടെയാണ്? തമിഴ്നാട്ടില് കുനിയമുത്തൂരാണ് ഏട്ടാ. പത്മകുമാർ ഏട്ടാ ഹായ്. ജയേട്ടാ നമസ്കാരം ജയേട്ടാ. ഫുഡ് കഴിച്ചോ? എന്താ കഴിച്ചു പ്രദീപേട്ടാ. സുനിലേട്ടാ ചൂട് തന്നെ ഉള്ളൂ സുനിലേട്ടാ. കറക്റ്റ്. ഗഫൂറേട്ടൻ്റെ ഓടി. ചൂടുണ്ടോ അവിടെ? ചൂടേ ഉള്ളൂ. ശ്രീധരൻ ഏട്ടാ. ലക്ഷ്മണൻ ധനദർശൻ വന്നല്ലോ. ഓ മൈ ഗോഡ് ആണോ? ഉറക്കാണോ? ഉറങ്ങാണ്. മഴയുണ്ടായിരുന്നു. ജനേട്ടാ ഉറങ്ങാണ് കേട്ടോ. സതീഷ് ഏട്ടാൻ പറയുന്നു മഴയുണ്ടായിരുന്നു ഇന്നലകളിൽ. ഇല്ല, ഇവിടെ കാറ്റുണ്ടായിരുന്നു രാത്രി. അതൊന്നും കാര്യമില്ല, ചൂടുകൊണ്ട് അതൊന്നും. ദർശന നമ്പർ കൊടുക്കുന്നു. ദർശന ആരാണ്? എന്താ അത്? എവിടെയാ അത്? വെൽക്കം. പ്രകാശായി വിൽ മാറി യു. എൻ്റെ കുഞ്ഞിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ? മനുഷ്യേട്ടാ ഹാപ്പി ബർത്ത്ഡേ ടു യു. കുഞ്ഞിൻ്റെ പേരെന്താണ്? നോട്ട് മാച്ചിങ്. എന്ത് മാച്ചിങ്? എന്താ ജോലി? ഹൗസ് വൈഫാണ് സുനിലേട്ടാ. ആകെ വേർതിരിക്കുന്നു. ഞാനും സാറിനോട് പറയാം AC വെച്ച് തരാൻ.
ആകെ വേർതിരിക്കുന്നു. ഞാനും സാറിനും പറയാം. യു ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. AC ഇവിടെ ഉണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ. വണക്കം മാഡം. ഏട്ടാ എവിടെ? ഏട്ടാ പോയാ? മനീഷ് ഏട്ടൻ്റെ പിറന്നാള്. മനീഷ് ഏട്ടൻ്റെ മെസ്സേജ് എടുത്ത് നോക്കാം. ഹായ് അനു, ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് ഇരിക്കുന്നു. ആരുടെ ബർത്ത്ഡേ എന്നൊന്നും പറഞ്ഞില്ല. ശരി, ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞു, പേരും പറഞ്ഞില്ല. പ്രദീപ് ഏട്ടൻ. ഏത് സാറ്? വീഡിയോ എല്ലാം കാണാറുണ്ട്, ചിരി സൂപ്പർ. പ്രദീപ് ഏട്ടൻ, താങ്ക് യു ഏട്ടാ. കുഞ്ഞിൻ്റെ പേര് സോഫിയ. സോഫിയ കുട്ടിക്ക് ഒരു പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഏട്ടാ എല്ലാവരും ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യേട്ടാ. നമ്മുടെ മനീഷ് ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ പേര് സോഫിയ. ഓക്കെ. 1.5 വയസ്സുള്ള പ്രദർശൻ. അനീഷ് ബാബു. ഹായ് മൈ ഡിയർ ഫ്രണ്ട്. എന്താണ് ടോക്കിംഗ് അബൌട്ട് ഇയർ റിങ്സ്? ഓ, മാച്ചില്ല എന്ന് പറയുന്നത് അല്ലേ? ഇനി വേറെ കമ്പനിയില്ലേ? ടൈം സ്പെൻഡ് പണ്ണുന്നു. എന്നോട് ടൈം സ്പെൻഡ് പണ്ണുന്നു. ഞങ്ങൾ സതീഷ് ചേട്ടൻ എന്താ പറയുക, ഞങ്ങളുടെ കേരളത്തിലോട്ട് ഇവിടെ കൊല്ലത്തേക്ക് കടലും കായലും സംഗമിയായ പരവൂരിലേക്ക്. പരവൂർ അറിയാമോ? കേട്ടിട്ടുണ്ടോ? പറയൂ. കേട്ടിട്ടുണ്ട് ഏട്ടാ. ഞാനവിടെ കൊല്ലം, വർക്കല, തിരുവനന്തപുരം, ബാലരാമപുരം, നെയ്യാറ്റിൻകര ഇവിടെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഏട്ടാ. കലണ്ടറിൽ നല്ല കാറ്റ് കിട്ടുന്നു. അതും അവിടുത്തെ കാറ്റില്ല ഏട്ടാ, പുറത്തുനിന്ന് വരുന്ന കാറ്റാ. എന്നെ കാണാനേ ഇല്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ട് അനീഷേട്ടാ. ഞാൻ എന്നും വരാറുണ്ട്. കേരളത്തിൽ എവിടെയാ വീട്? അനീഷേട്ടാ എന്നെ ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. ഫോളോ ചെയ്ത് എന്തായാലും ഞാൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. എന്താണ് എന്താ പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ സോഫിയ കുട്ടി എന്നാണ്. 1.5 വയസ്സുള്ള ധനദശൻ. നമ്പർ കൊടുക്കുമോ? രാജേഷ് ബോറാണെങ്കിൽ ടാറ്റ ഏട്ടാ, ബൈ. യു വെരി ബ്യൂട്ടിഫുൾ. പ്രകാശ് ഏട്ടൻ, താങ്ക് യു ഏട്ടാ. ബാക്ക് എന്തോ പറയുന്നു. ലീല ഹോട്ടൽസ് ഫേമസ് ആണ്. ഓക്കെ ഓക്കെ. അച്ഛൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മുങ്ങിപ്പോയി ആ മെസ്സേജ്. വീട് കറക്റ്റ് എവിടെ? പാലക്കാട്, കുട്ടേക്കാട് ഏട്ടാ. ടെറക്കോട്ട അല്ല, കാതിൽ കിടക്കുന്ന ടെറക്കോട്ട. എനിക്ക് മനസ്സിലായില്ല അച്ഛാ. എന്താ പറഞ്ഞ? രാത്രി കുറച്ച് നേരത്തെ വരുമോ? ഓക്കെ. നാളെ എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ? ഓക്കെ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു വിഷ്ണു മോൻ കുട്ടി. രാത്രി കുറച്ച് നേരത്തെ വരാട്ടാ. സുരേഷ് ചേട്ടാ, കമൽ പിജയം ഏട്ടാ വരാട്ടോ. പ്രകാശ്. സന്തോഷം. പരവൂർ കഴിഞ്ഞ വർഷം. സന്തോഷം. പരവൂർ കഴിഞ്ഞതാണ്. വർക്കല പരവൂരിലാണ് വെടിക്കെട്ട് നടന്ന. പരവൂർ ഇന്ന് നിൽക്കുന്നത്. സന്തോഷം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഏട്ടാ. Where in Kerala? എൻ്റെ കുട്ടി ഇന്ന് ഫുഡ് മറന്നു പോയി, എടുത്തു വെച്ചൂടാ. ഫുഡാ?
ആഹാ, കൊള്ളാലോ ഏട്ടാ. ഏട്ടാ വേറൊരു മെസ്സേജ് അയച്ചിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. പ്രണയമാണ് നീ പറഞ്ഞില്ലേ? പ്രണയമാണെന്ന് നീ പറഞ്ഞില്ല. പ്രാണനാണെന്ന് നിന്റെ മനസ്സ് പറയുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണ് നിന്റെ മനസ്സിൽ ചേക്കേറിയത്. സ്വീകരിക്കാനാണ് വേണ്ടയോ എന്നത് നിനക്ക് തീരുമാനിക്കാം. എന്തു പറയാൻ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ താൻ പറയടോ, ഞാനുണ്ടോ എന്ന് പറയാൻ ആളുണ്ടെങ്കിൽ പ്രണയത്തിനേക്കാൾ സുന്ദരണ്ട എന്ത് കുട്ടി. നന്നായിട്ടുണ്ട് കേട്ടോ. മുത്തു ഹായ് സിസ്റ്റർ. പ്രകാശൻ നാളെ എൻ്റെ മോനോട് പറഞ്ഞു, രാത്രി കുറച്ച് നേരത്തെ വരും പറഞ്ഞു. മിക്കവാറും വെച്ചത് തന്നെ. മിക്കവാറും എനിക്ക് നമ്പർ തരുന്നു. സന്തോഷം. കമ്മലാകെ കരിവാളിച്ചു. ഓക്കെ, ഞാൻ വരും. കന്യാകുമാരി. പിന്നെന്താ? നമസ്കാരം ജയേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. സോങ് ഇല്ല ചെറിയ ഫുഡ് എടുത്ത് വെച്ചു, ബട്ട് എടുക്കാൻ മറന്നുപോയി. അതാ, ഓ ഏട്ടൻ്റെ കാര്യം പറഞ്ഞില്ല. ഫുഡ് എടുത്ത് വെച്ചു, എടുക്കാൻ മറന്നുപോയി. എന്താ ഇനി ചെയ്യുക? ഫുഡ് കഴിക്കാതെ എങ്ങനെ ഇരിക്കും ജയേട്ടാ? ആരുടെ ബർത്ത്ഡേ എന്നൊന്നും അറിയില്ല. ഹാപ്പി ബർത്ത്ഡേ സോഫി കുട്ടി. പിന്നെ പറയും. എന്താ അജൂസേ, എന്തിനാ എനിക്ക് നമ്പർ തരുമോ? എന്തിനാണ് ചോദിക്കുന്നു? യുവർ ഡ്രസ് ലുക്കിംഗ് ലൈക്ക് കോളേജ് ഗേള്. ഓക്കെ, താങ്ക് യു. എങ്ങനെ ഇരിക്കുമെന്ന് ഫുഡാണോ? എങ്ങനെ ഇരിക്കുമെന്ന് ഫുഡാണോ? ഫുഡന്നെ ഒന്ന് പാക്കാണോ? ഈ ഒരു കാര്യം മാത്രം ഞാൻ മറക്കില്ല. നമസ്കാരം. എന്ത് കാര്യമാണത്? ഹായ് ബ്യൂട്ടിഫുൾ. ഹെയർ സ്റ്റൈല് മാറ്റിപ്പിടി, ഒന്ന് സൂപ്പർ ആകും. ഓക്കെ ഏട്ടാ. പ്രഭാകർ. സന്തിൽ മുരുകൻ. പ്രതിഭട്ട. ഓക്കെ ഏട്ടാ. ഡാ എൻ്റെ കുട്ടി ജെറിൻ പിറന്നാളാണ്. എൻ്റെ കുട്ടി അനിത. ട്രൈ ഡിഫറെൻറ്റ് ഇയർ റിങ്സ് ബട്ട് ഓൾസോ ഈവനിങ് കോളേജ് ആയിരിക്കും. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. രാധാകൃഷ്ണൻ. ഹായ്. ഇന്ന് നമ്മുടെ മണിമാരൻ ബർത്ത്ഡേ അല്ലേ? എനിക്ക് വയ്യ. എനിക്കറിയില്ല. എന്ത് കുട്ടി ജെറിൻ്റെ പിറന്നാളാണ്. അല്ലല്ലോ, ഡിസംബറിലല്ലേ പിറന്നാൾ? 6-ാം തീയതി അല്ലേ? ഡിസംബർ 6-ാം തീയതി അങ്ങനെയുണ്ടല്ലേ പിറന്നാൾ? വെറുതെ ഒരു രസം. ചൂസേ പാവ എൻ്റെ കുട്ടി. ഇജ്ജ് കളിയാക്കുവാണോ?
മണിമാരൻ, അതെ അതെ, മണി ഇங்கே കാണാം. മണി മണി ഇங்கே പോണേ മണി, പ്ലീസ് കം ടു മൈ ലൈവ്. ശരിയല്ലേ പറഞ്ഞത്? ഇന്ന് താരാജിത്തിൻ്റെ പിറന്നാളാണ്. അതെ അതെ അതെ. എന്നാലും കത്തില്ല ഒന്നും, എനിക്കൊന്നും അറിയില്ല. മഹേഷ് ബൈ. രാജ്, ഹാഡ് യുവർ ലഞ്ച്? എനി സ്പെഷ്യൽ രാജ്? സെപ്റ്റംബർ 29 എൻ്റെ ബർത്ത്ഡേ ആണ്. സെപ്റ്റംബർ 29. അതെ, എനിക്കത് ഓർമ്മയുണ്ട്. എൻ്റെ സെപ്റ്റംബർ 24 അല്ലേ? ആർക്കറിയാം. എൻ്റെ രസം സാമ്പാർ ആകും ഇങ്ങനെ ആയാൽ. എൻ്റെ രസം സാമ്പാറാകും ഇങ്ങനെ ആയാൽ. എന്താണ് ജയേട്ട പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, രാധേട്ടാ നമസ്കാരം. രാധേട്ടാ ഫുഡൊക്കെ കഴിച്ചോ? അന്നല്ലേ സുനാമി കേരളത്തിലുണ്ടായത്? ஹாய் மணி நமஸ்காரம். ஹாய் டாமா, ஹாய், எப்படி இருக்கிறீங்க? ஏன் லேட் ஆயிடுச்சுங்க, வரவே இல்லை. അതിന് ഇന്ന് എങ്ങനെയാണ് അവിടെ? ചൂട് കുറവാണോ കൂടുതലാണോ? ഇന്ന് കുറച്ച് കുറവുണ്ട്. ഇന്ന് രാധേട്ടൻ വന്നല്ലോ. ഹായ് രാധേട്ടൻ നമസ്കാരം. ഹായ് രാധേട്ട. வணக்கம் ஜெரின் ப்ரோ அண்ட் ஜெயன் கோபி ப்ரோ அண்ட் ராதாகிருஷ்ணன் ப்ரோ சாப்பிட்டீங்களா? மூர்த்தி കാവ്യ. പിന്നെ പറയൂ. എന്തായാലും സുനാമിയിൽ അവസാനിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. രാജ് ഹാവ് ചേഞ്ച്ഡ് കലണ്ടർ പേജ് ടു മെയ്. മെയ് വെച്ചില്ലല്ലോ അല്ലേ? എനിക്ക് തമിഴ് അറിയില്ലല്ലോ, ഇതിപ്പോൾ മെയ് ആണോ എന്നറിയില്ല. മെയ് അതെ, മെയ് ആണ് വെച്ചിരിക്കുന്നത്. ഈ മാസം ഒരു ലീവും ഇല്ല. ഈ മെയ് ഒന്നല്ലാതെ പിന്നെ ഞായറാഴ്ച അല്ലാതെ വേറെ ഒരു ലീവും ഇല്ല. എന്തായാലും ഹാവ് യു ചേഞ്ച് കലണ്ടർ പേജ്. മെയ്. ഗിരീഷ് ഭക്ഷണം കഴിച്ചോ? വണക്കം മണിമാര. തമിഴ് അറിയാമോ? പറയാനറിയാം പ്രദീപേട്ടാ. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെയാണ്. സുഖം തന്നെയാണ് അബ്ദുലേട്ടാ. ನಾನು ತಿರುಪತಿ ರಿಟರ್ನ್ ಚೆನ್ನೈ கிளம்பிச்சுமா? அப்படிங்களா? சரி, ஓகே. ഭക്ഷണം കഴിച്ചോ? ഗിരീഷേട്ടാ ഞാൻ കഴിച്ചു കേട്ടോ. എന്നെ കാണാതായപ്പോൾ ഒന്ന് അന്വേഷിക്കുകയോ പോലും ഇല്ല. വേറെ ഒരാളെ അവിടെ അന്വേഷിക്കുന്നു ഞാൻ കേട്ടു. അപ്പോഴാണ് ഞാൻ ലൈവിൽ വന്നത്. ആരാണത് അന്വേഷിച്ചത്? ആരെന്നെ അന്വേഷിച്ചു? ആകെ സുഖം. ഒക്കെ സുഖമാണോ? സുഖമായിരിക്കുന്നു ലക്ഷ്മണേട്ടാ. ഇല്ല മണി, വിശന്നു പണ്ടാരം വയറ് കത്തുന്നു. അതാ നോ യു ഹാവ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഹായ്, സുഖമാണ്. എന്നാലും ഫുഡൊക്കെ മറന്നില്ല ഏട്ടാ. എന്താ ഏട്ടാ ഇങ്ങനെ പറയണത്? കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ മറക്കുക ഏട്ടാ? ഇപ്പോൾ വിശന്നിട്ട് ഇരിക്കേണ്ടി വന്നില്ലേ? കുറച്ച് നിറയെ വെള്ളം എടുത്ത് കുടിക്കുക.
അത് കഴിഞ്ഞ കൊല്ലത്തെ കലണ്ടറാണ്. 2024 വാട്ട് യു ഈറ്റ്? ഓ, സാപ്പാട് ബ്രിഞ്ചൽ സാമ്പാർ. സുഖം തന്നെയാണ്. സുഖം തന്നെയാണല്ലേ ഗിരീഷേട്ടാ? ഓക്കെ. ദേഷ്യം വന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഫുഡ് കഴിച്ചു. ഇപ്പോൾ എണീക്കാൻ വയ്യ. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇയാൾ എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട്, പക്ഷെ ഒരു അഭിപ്രായം എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അതെന്താട്ടാ മനീഷേട്ടാ? ഇടിയേട്ടാ അഭിപ്രായം? അത്രയും മോശമാണെന്ന് പറയുന്നത്? അഭിപ്രായം പറയാനില്ലെന്നാ പറയണത്. കരീം വിജയ് ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ സൂപ്പർ, വെരി നൈസ്, താങ്ക് യു. കുമാർ കലണ്ടർ യു യൂസ് ദ ഹോം. ഇന്ന് എഴുന്നേറ്റപ്പോൾ ലേറ്റായിടാ എൻ്റെ കുട്ടി. പെട്ടെന്ന് റെഡിയായി പോകും. അതല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഭക്ഷണത്തിന് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. വിഷമം കഴിഞ്ഞാൽ പിന്നെ എനിക്കും കണ്ണുകാണില്ല കേട്ടോ, സത്യം പറയാനോ. ഇത് ദേഷ്യം വരിക. എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എന്നാലും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എന്താണെന്ന്. മനീഷേട്ടനോട് എന്താണ് ചോദിച്ചു. യു ആർ താങ്ക് യു. ഹോട്ടലിൽ കിട്ടുമല്ലോ, വാങ്ങിച്ച് കഴിച്ചാൽ പോരെ? ഹോട്ടലിൽ ഇവിടെ അടുത്ത് ഹോട്ടലുണ്ട് ഏട്ടാ. മരുഭൂമിയിലാണ് ഏട്ടനെ, അതുകൊണ്ടാ. മരുഭൂമിൻ്റെ നടുക്കാണെന്ന് തോന്നുന്നു അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായ കാര്യം പറയാം. ചോദിക്കൂ. പിന്നല്ലോ സിഗ്നൽ. പിന്നെ പറയൂ. ഇഷ്ടമായി തൻ്റെ ഡ്രസ്സ് സാബേട്ട. താങ്ക് യു ഏട്ടാ. എൻ്റെ ഫ്രണ്ട് സ്വീകരിക്കൂ, ഫോളോ ചെയ്തു. അതെല്ലേ, ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിക്കൂ, ഫോളോ ചെയ്തു. ഓക്കെ ഏട്ടാ. മരുഭൂമിയിൽ എവിടെയാണ് ഭക്ഷണം ഓർഡർ ചെയ്യേണ്ടത്? മരുഭൂമിയുടെ നടുക്ക് കിടക്കുന്ന ഞാൻ എങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ് ആൻകുട്ടി? അതെ, അതാ ഞാൻ പറഞ്ഞത്, നടുക്കാണെന്ന് പറഞ്ഞത്. ഞാനൊരു മൈൻഡ് വെച്ച് പറഞ്ഞതാ. ഇന്ന് റീൽസിൽ ഒരു തത്തക്കുട്ടിയെ കണ്ടല്ലേ, ആ കുട്ടി എവിടെ പോയി? തത്തക്കുട്ടിയാ? സോറി, ഞാൻ വായിച്ചതാണ്. അത് റിയൽ വീഡിയോ. എന്ത് വീഡിയോ കേട്ടാ? മരുഭൂമിയിലാണെങ്കിൽ എന്നാൽ ഒട്ടകപ്പാൽ കുടിക്കാം. അതാ ഡ്രസ്സ്. സൂപ്പർ, താങ്ക് യു. പാലക്കാട് ചൂട് കൂടുതലാണോ? കിഡ്സ് ആർ സ്ലീപ്പിംഗ് ഐ തിങ്ക്. നോ, ഒരു കുട്ടി മാത്രം, നമ്മുടെ ചെറിയ കുട്ടി. ഇന്ന് കണ്ട സ്വപ്നത്തിൽ നാളെ കാണേണ്ട സ്വപ്നത്തിലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന നിന്നെയാണ്, എൻ്റെ ജീവൻ്റെ ജീവനായ നിന്നെ. എന്താ ഏട്ടാ, കവിതയാണോ ഏട്ടാ? ബൈ. ഒട്ടകത്തിന് കാണുന്നില്ല. ഇല്ലെങ്കിൽ കുടിച്ചേനെ. അയ്യേ പെരിയാനേ റഹ്മാനേ. പാടങ്ങോട്ടോ ഇങ്ങോട്ട് നടന്നാൽ മതി, പാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. വിഷമം മറന്നു പറയണം. ഞാൻ പാട്ടാണ് വിചാരിച്ചു. ശരി എന്നാ പോട്ടെ. പല്ലസാനി സോങ് സൂപ്പർ, താങ്ക് യു. மாலை வணக்கம் பழனிசாமி. வணக்கம்.
പിന്നെ സുരേഷ് ഏട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം ഏട്ടാ. ഏട്ടന് സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? ഇത് സ്വപ്നം കണ്ടതായത് മതി കാണ സ്വപ്നം മതി കാണാൻ ചെന്നാൽ മതി. IDBI ബാങ്ക് കലണ്ടർ ആണോ? ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുമോ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇല്ല, നോ നോ. തമിഴ് സോങ് ഇതാ. ഇന്നാണ് ഇപ്പോൾ ഫ്രീ ആയി ഒന്ന് കമാൻഡ് ഇടുന്നത്. അപ്പോൾ വേഗം പോവുകയാണോ? നിങ്ങൾ സ്മൈൽ സൂപ്പർ, താങ്ക് യു. ഇല്ല ഗഫൂർ ഏട്ടാ, വരുന്നില്ല. അപ്പം ഞാൻ ശരി. കാർത്തിക്, നിങ്ങൾ സ്മൈൽ സൂപ്പർ, താങ്ക് യു കാർത്തിക്, ഐ ലവ് യു. പറയും. മനഃപൂർവ്വം നമ്മളെ ഒഴിവാക്കുന്നത് കണ്ട അങ്ങ് മാറിക്കൊടുത്തേക്കണം. അത് ചങ്കായാലും ചങ്കിലെ ചോരയായാലും ഒക്കെ വയ്യ. സൂപ്പർ. മുത്തുമണിമാല എന്നെ തൊട്ട് തൊട്ട് താലാട്ട. പാട്ടൊക്കെ പാടാറുണ്ടോ സുരേഷ് ഏട്ടാ? അങ്ങനെയൊന്നുമില്ല. മൂളിപ്പാട്ട്. സാരി സൂപ്പറാ. പാലക്കാട് അച്ചോ ഇതെല്ലാം സൊല്ലാറിങ്ങ. ഇന്ന് എത്ര മണിക്ക് ലൈവിൽ വന്നത്? 2 മണി വരെ വന്നിട്ടില്ല, ഞാൻ നോക്കി. ഞാൻ വന്നത് എത്ര മണിക്കാണ്? മൈലാഞ്ചി ആണോ ഇപ്പോൾ തിന്നുന്നത്? മൈലാഞ്ചി ആണോ തിന്നുന്നത്? അതെന്താ അങ്ങനെ ചോദിക്കുന്നു? ഇന്നലെയും ഇന്നും ഞാൻ ഫ്രീ. അതെ അല്ലേ? എൻ്റെ പേര് വായിക്കണ്ട. നമസ്തേ. സ്റ്റേറ്റ് ബാങ്കാ? കേരള സ്റ്റേറ്റ് ബാങ്കാ? ഫെഡറൽ ബാങ്ക് എന്നല്ല കാരണം. നോ, ഫെഡറൽ ബാങ്ക്. പിരിയാൻ ഒരു വാക്ക്, അടുക്കാൻ ഒരു ഹൃദയം, പക്ഷെ അകലുന്ന നേരം കഴിഞ്ഞ കാലം ഓർമ്മകൾ, കരഞ്ഞു തീർന്ന ജീവിതത്തിന് ക്യൂട്ടൊന്നും കാണുന്നു. അടിപൊളിയാണ്. ഇതിന് ഞാൻ ലൈക്ക് അടിച്ചാലേ പറ്റും. ലഞ്ച് ഷോപ്പിംഗില്ല. അതെ അല്ലേ? അൽസണി. ഓക്കെ. സുന്ദരി. കോയമ്പത്തൂർ ക്ലൈമറ്റ് ചേഞ്ചില്ല, കൊഞ്ചം ചൂട് കമ്മി, കൊഞ്ചം. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ പ്രവീൺ. ഓക്കെ. ഞാൻ അയച്ച മെസ്സേജിന് മറുപടി പറഞ്ഞു. ഞാനൊരു കോൾ വന്നപ്പോൾ അതിലേക്ക് പോയി. അതല്ലേ? ആ കുട്ടി വീട്ടിൽ പോയി കേട്ടാ, ബിരിയാണി ഉണ്ടാക്കാൻ പോയി. അപ്പം ഞാൻ മെല്ലെ പോയി കുറച്ച് നേരം റെസ്റ്റ്. ചില സമയങ്ങളിൽ ഒറ്റയ്ക്കായിരുന്നു. കരയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കാൻ. അത് ശരി, വളരെ വളരെ ശരിയാണ് കേട്ടോ. വേറെ ലെവല് മനീഷേട്ടാ, സൂപ്പർ. കോയമ്പത്തൂർ ചൂട് കുറവാണല്ലോ, പാലക്കാട് കൂടുതൽ. അതെ അതെ അതെ, ശരി, പറഞ്ഞത് ശരിയാണ്. കുറവാണ്. എന്നും അങ്ങനെ മാത്രം നിഴൽ പോലും ഒരു നാൾ ഇല്ലാതാകും. എന്നും അങ്ങനെ മാത്രം നിഴൽ
പോലും ഒരു നാളില്ലാതാവും. ഓ, പിരിയാൻ ഒരു വാക്ക്. ശരിയാ. ആദീഷ് വീട് എവിടെയാ? ആദ്യം കോയമ്പത്തൂർ ഇപ്പോൾ നല്ല തണുപ്പാണ്. അതാ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും മഴയാണ്. അപ്പം ശരി ഗഫൂറേട്ടാ, സൂപ്പർ. കൃഷ്ണദാസേട്ടാ, അയ്യോ പോവുകയാണോ കൃഷ്ണദാസേട്ടാ? സുഖമല്ലേ? എൻ്റെ കുട്ടി ഇജ്ജ് അപ്പോൾ ആണ് വന്നത്? എപ്പോ ആണ് വന്നതെന്ന്? ഞാനിപ്പോൾ തന്നെ വന്നേട്ടാ. കുട്ടി എവിടെയാടാ? വർക്കിന് പോയേട്ടാ? ജോലിക്ക് പോയി. 1 മണിക്കൂർ ആയിട്ടില്ലല്ലോ. 2 മണി വരെ ലൈവിൽ വന്നിട്ടില്ല. പിന്നെ എപ്പോഴാണ് വന്നത്? ടൈം പറയൂ. ഞാനൊരു 2:30 വന്നത് തോന്നുന്നു. സ്വന്തം ഹൃദയത്തിൻ്റെ ഇരുട്ടിൽ വീഴാതെ വഴിതെറ്റി അലയുകയാണ് ഞാൻ. ഇരുളാർന്ന സ്വപ്നങ്ങളുടെ അന്ധകാരം, രാത്രി കോളങ്ങൾ ഭയാനകമാണെന്നോ? നോ ബ്ലാക്ക് ടീ ടുഡേ വിത്ത് ബ്രൗൺ ബ്രെഡ്. சின்ன சின்ன ஆசை நீ முத்த பேச, மல்லிகைப்பூ வாசம் கொஞ்சம் காத்தோட வீச. ഉമ്മക്കുട്ടി എവിടെയാണ് വായിച്ചത്? നമുക്കൊരാളില്ല. സ്വന്തമാണ്. ഇവിടെ നല്ല തണുപ്പ് ജരൻ. അതെ അല്ലേ? ഗൗരിനാഥ് ഹായ്, ഗുഡ് മോർണിംഗ് സ്വീറ്റ് മോർണിംഗ്. ഹലോ, വണക്കം. ആയതേ ഉള്ളൂ. 40 മിനിറ്റ് ആയാലും വർത്തമാനം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ബോറടിക്കും കേട്ടോ. ஐயோ கடவுளே, படிக்க மாட்டேன். இப்படி எல்லாம் சொல்லிடுங்க, எல்லாம் இப்படி எல்லாம் சொல்லாதீங்க, பயமா இருக்குது. பழனிசாமி ഓക്കെ. കുറച്ച് നേരം അപ്പോൾ ഒരു ജീവിതം ഒറ്റയ്ക്കാണ് വായിച്ചു. അവിടെ ഇരിക്കും 3:30 വരെയോ? ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുമ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കി കുറച്ചു നേരം നിൽക്കും. അപ്പോൾ ഒരു വാചകം കേൾക്കാം: ഞാനുണ്ടാകും. എന്നും ദുഃഖമായാലും സന്തോഷമായാലും. എന്നെ കരയിപ്പിച്ചിട്ടേ വിടുള്ളൂ മനീഷേട്ടാ. പറയാട്ടോ, എന്നെ കരയിപ്പിക്കുമോ? ഞാൻ ഈ ലൈവിൽ നിന്ന് കരയിട്ടോളേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും കരയുവേ. നെറ്റിയിൽ എന്ത് പറ്റിയേട്ടാ? ഒന്നും പറ്റിയില്ല ഏട്ടാ. കുരുവാണ്, ചൂട് കുരുവ്. ലൈവിലിരുന്ന് കരയിപ്പിക്കണം. നെറ്റി. ഹായ് ഡാർലിംഗ്. തമിഴ് വായിക്കാനൊക്കെ പഠിച്ചോ? തമിഴ് വായിക്കാൻ അറിയില്ല കേട്ടോ. അനിതാ സ്റ്റാർട്ടിങ് ലൈവ് വീക്കെൻഡ് അല്ലേ? ഞാൻ അനിതാ സ്റ്റാർട്ട് ലൈവ് ഓൺ വീക്കെൻഡ്സ്. ഹലോ, വണക്കം. ഇവിടെ നല്ല ചൂടാണ്. ഓ, ജോൺകുട്ടിയേട്ടാ നമസ്കാരം. ഹായ് ഡാർലിംഗ്. ഉച്ച ആയത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അവർ ലണ്ടനിലും അമേരിക്കയിലും ആയിരിക്കും കേട്ടാ ജരനേട്ടാ. സൂപ്പർ പാടുറിങ്. ഞാൻ പോകുന്നു. എൻ്റെ മെയിൻ ചെയ്യുന്നില്ല. അയ്യോ സുരേഷ് ഏട്ടാ, ഞാൻ കണ്ടില്ല കേട്ടോ. ഹലോ, വണക്കം. ഇവിടെ നല്ല ചൂടാണ്. വായിച്ചു തമിഴ് വായിക്കാൻ പറ്റും. ഞാൻ കടലിലേക്ക് ചെയ്ത് കിടന്നുറങ്ങട്ടെ. കട ലോക്ക് ചെയ്ത് കിടന്നുറങ്ങട്ടെ. എന്താ അങ്ങനെ പറയണ?
മുടി പുറകിലോട്ട് ഇടും. മുഖക്കുരുവാണ്. പിന്നെ മോക്കര നെറ്റിയിലാണല്ലോ വരിക. എൻ്റെ ചെറിയ അയ്യോ ചേട്ടനേട്ടാ പള്ളിസ്വാമി ഗുഡ് 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 സൂപ്പർ ലൈഫ് സ്വീറ്റ് അക്ക. ചോറ് കഴിച്ചോ? വാടി തളർന്ന അതെന്താ ഏട്ടാ മുടിയിലേട്ടാ. അതൊക്കെ ഞാൻ എങ്ങനെ വായിച്ച് തീർക്കുന്നല്ല വായിച്ചാ പിന്നെ ഞാൻ വാടി തളർന്ന എൻ്റെ കുട്ടി വാടി തളർന്ന പൂവിതളുകളിൽ ഏകാന്തതയുടെ വിശ്വാസം പാതി കൊഴിഞ്ഞു വീണ സ്നേഹത്തിൻ്റെ നിറമുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഭാഗ്യം. മനസ്സിലാകാത്തതുകൊണ്ട് പ്രശ്നമില്ല. പാലക്കാട്ടിൽ എവിടെയാണ് സ്ഥലം? ഞാനും പാലക്കാടാണ്, കോട്ടയക്കാടാട്ടാ. സജീവ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ കരയുമ്പോൾ കണ്ണാടി എന്നെ നോക്കി ചിരിക്കാറില്ല. കണ്ണാടി പോലെ ആവണം കൂട്ടുകാരുടെ എൻ്റെ കുട്ടി. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ കരയുമ്പോൾ കണ്ണാടി എന്നെ നോക്കി ചിരിക്കാറില്ല. കണ്ണാടി പോലെ ആവണം കൂട്ടുകാരുടെ അനുകുട്ടി. അതെ അതെ അതെ, അത് പറഞ്ഞത് ശരിയാണ്. മണിമാലൻ ലൈവിലോ വരല പ്രോബ്ലം? ലൈവില് வரலையா? പ്രോബ്ലം ഒന്നുമില്ല. വന്നിട്ട് പോയി അവർ ഡ്രൈവിങ്ങിൽ ഇരിക്കുമെന്ന് നിனைக்கிறீங்க. ഇരുന്നും അടുത്തു. കസ്റ്റമർ ഇല്ല. അതല്ലേ നെറ്റി മുഖത്ത് തന്നെയല്ലേ? അതെ മുഖക്കുരു. ശരി, എനിക്കറിയില്ല കേട്ടോ, സോറി. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് ഇല്ല വന്നിട്ടില്ല ഏട്ടാ. ലഞ്ച് ഷോപ്പിംഗില് ഇല്ലയാ. എന്തോ പറയുന്നു. പാലക്കാട് ഗേറ്റ് വേ ടു തമിഴ്നാട് വാ കോയമ്പത്തൂർ. ഞാനൊരു ദിവസം കണ്ണാടിയിൽ നോക്കി കരഞ്ഞു. കണ്ണാടിയിൽ എന്നെ കണ്ടപ്പോൾ ഞാൻ തന്നെ പഠിച്ചു. കണ്ണാരടങ്ങി. മനുവേട്ട ബായി പോവാണ്. പിണങ്ങിയോ? ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിയാത്തത് പറമ്പിലെ പണി കാരണമാണ്. എന്നെ ഒന്നും ഒഴിവാകട്ടെ. ഇന്നലെ രാത്രി 12 മണിക്ക് പറമ്പിൽ പോയിട്ട് പുലർച്ചെ 3:30-ക്കാണ് വന്നത്. അവിടെ മണ്ണടിക്കുകയാണ്. 3 ലോഡ് അടിച്ചു. ലോഡ് അടിച്ചു. അപ്പോഴേക്കും വണ്ടി പോലീസ് പിടിച്ചു. അതെന്തിനാ പോലീസ് പിടിച്ചേട്ടാ? എന്തിന് പോലീസ് പിടിക്കുന്നേട്ടാ? ബാക്ക് ക്യാമറ ഒന്ന് കഴുത്തിന് മുകളിലാണ് ചേരുന്നത്. ടുഡേ സ്പെഷ്യൽ ലഞ്ച് ശിവ പല്ലസ്വാമി. ടുഡേ കോയമ്പത്തൂർ ഡ്രൈവിംഗ്. ഓക്കെ ഓക്കെ സൂപ്പർ. പിണങ്ങില്ല. ഓക്കെ മനുവേട്ട, അത് മതി. കോയമ്പത്തൂരിൽ എവിടെയാണ്? കുനിയമ്പത്തൂര്. കുറച്ച് ക്യാഷ് കൊടുക്കരാതേട്ടാ. ശരിയാകുമോ? ക്യാഷ് കൊടുത്താൽ റെഡിയാകും ഏട്ടാ. ബ്ലോക്ക് എവിടെ പോയി? ബാറ്ററി ഫുള്ള് ഇല്ല. ഹായ്, സുഖം തന്നെ. അവിടെ ചൂട് എങ്ങനെയുണ്ട്? ചൂടേ ഉള്ളൂ. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യ നിൽക്കിട്ടോളാം, ഞാൻ ചെയ്യാവേ. ബ്ലോക്ക് 1 ഇനിയൊന്നും കൂടെ ഉണ്ട്. നിൽക്കി അവിടെ. അത് ഡൗൺലോഡ് പറയാണ്. നാളായിട്ട് എവിടെ നിന്ന് കയറി വരുന്നോന്ന് അറിയില്ല. എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ആ സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത്. പോണ്ടാരും
എങ്ങനെ ചെയ്തു, കഷ്ടപ്പെട്ട് ചെയ്തു. 2 ഇനി ബ്ലാക്കിലാണ് മണ്ണടിക്കുന്നത്. അതാണ് രാത്രി മണ്ണടിക്കുന്നത്. പോലീസും പിടിച്ചു. ഞാൻ വടവള്ളിയിലാണ്. വടവള്ളി ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ഹായ് സിസ്റ്റർ, ഹാർഡ് യുവർ ഫുഡ്. കഴിച്ചു. അതെ, ബ്ലാക്കിൻ്റെ അല്ല, രാധേട്ടാ ബ്ലോക്ക് ചെയ്യണം. ഡാൻസ് കുട്ടി ഈ വണ്ടി സ്പീഡിൽ ഇറങ്ങിയിട്ട് 25 വർഷമായി. എനിക്കറിയാണ്ട. ഫീൽഡിൽ ഇറങ്ങിയിട്ട് 25 വർഷമായി. എനിക്കറിയാടാ. അതല്ലേ? ഇല്ല, നോസ് റിങ് ഇല്ല. നോസിലെ റിങ്ങാ. നിൻ കണ്ണുകളിലെ തിളക്കത്തിൽ എൻ്റെ മനം അസ്തമാകുന്ന നിൻ പുഞ്ചിരിയിൽ ഞാൻ നിശ്ചലമായിരുന്നു പോകുന്നു. കവിത ആയിരിക്കല്ലേ? വീട്ടിൽ ഗസ്റ്റ് വന്നു, അതാ താമസിച്ച്. ഓക്കെ മണിയേട്ടാ. ഫുഡ് കഴിച്ചേട്ടാ? എന്താണ് മണിയേട്ടാ കഴിച്ചത്? വണ്ടി സ്പീഡിലല്ല, വണ്ടി ഫീൽഡിൽ. ശോഭിൻ എല്ലാവരും. ഗഫൂർ ബായ്, ഒരു വണ്ടി മാത്രമാണ് ഇന്നലെ അടിച്ചത്. റോഡ് കുറച്ച് സൗകര്യക്കുറവുള്ളതാണ്, അതുകൊണ്ടുള്ള മടിയാണ് എന്നറിയില്ല. എനിക്ക് 30 ലോഡ് മണ്ണ് വേണം. അതാ ഇനി എന്ത് ചെയ്യും? 1 ലോഡ് എങ്ങനെ ഇട്ടിട്ടുള്ളൂ? ദൈവമേ, ഇനി എത്ര ലോഡ് കിടക്കും? ബുദ്ധിമുട്ടുണ്ട്. തപ്പിട്ടൊക്കെട്ടാണ് വായിക്കുന്നത്. മലയാളം വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മലയാളം അറിയണമെങ്കിൽ കടകളത് വായിക്കാലോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കുഴപ്പമാ. ഏട്ടാ എഴുതിയതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഞാൻ വായിക്കുന്നത് അതിന്റെ മിസ്സിങ്ങാ. ഫ്രഞ്ച് എനിക്ക് വയ്യ. ഞാൻ പോട്ടെ. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് പിറകെ അലയുന്നത് മരണത്തിന് തുല്യമാണെന്ന് അറിയാം. എങ്കിലും എവിടേക്കോ ഒരു പ്രതീക്ഷ. പ്രതീക്ഷ നല്ലതാണ്. തമിഴ് സോങ് പ്ലീസ്. ചോയ്സ് തമിഴ് സോങ്സ് അല്ലേ? ഉടനെ പാടണോ? എന്റെ ചാർജിന്റെ ഇപ്പം കട്ടായി. അവളെ സ്കൂളിൽ പോയപ്പോൾ മാങ്ങ ഇറങ്ങി നടന്നു കുട്ടി മോശം. എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ പോകുന്നു. രാത്രി കാണാം. ബായ്. മണിയുണ്ടേട്ടാ. ഓക്കെ ഏട്ടാ, ഞാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സേ. എൻ്റെ ഒരു ഫോണിൽ ചാർജില്ല. കുത്തിച്ചെല്ലാം വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. കഴിച്ചോ? ഞാൻ കഴിച്ചു. ഓക്കെ ഉണ്ണേട്ടാ. It's time to eat a better school ice cream. രാജ എന്തോ പറയുന്നു. പ്രതീക്ഷകളെ തന്നെയല്ലേ ജീവിതം. അതെ അതെ, അതിലൊരു മാറ്റം. ഇതൊക്കെ പ്രതീക്ഷിക്കും. വീണ്ടും കാണുമ്പോൾ ഞാൻ നിന്നെ വെറുതെ മോഹിക്കും. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ മനസ്സിനെ അറിയില്ലല്ലോ നീ എന്നെ മറ്റൊരാളുടെ കൂടെയാണെന്ന്. എനിക്കെന്തോ സുഖമില്ല, തലവേദനിക്കുന്നു. നന്ദുക്കുട്ടി ആ കൈ കാണിച്ചോടാ. മൈലാഞ്ചിട്ടതാ?
അപ്പോളേ ശരി എന്നാ ഞാനേ പോകുന്നു കേട്ടോ. പ്രതീക്ഷയും വയ്ക്കാത്ത മുൻപോട്ട് പോകണം. അതാണ് എൻ്റെ ഇപ്പോൾ ചോയ്സ്. പ്രതീക്ഷയും വയ്ക്കാതെ മുൻപോട്ട് പോകണം. അതാണ് എൻ്റെ ചോയ്സ്. നമുക്കോ റിപ്ലൈ ഇല്ല. അയ്യോ പ്രസാദേട്ടാ പറയട്ടാ. മൊബൈൽ ചാർജിങ് കിച്ചൺ என்ன பண்ணுறது. നല്ല ഭംഗിയുള്ളൂ കാണാൻ. ഇജ്ജ് മോഹിക്കാതെ ഇരിക്കുക. വയ്യ. സ്റ്റിക്ക് കാണാനില്ല. സോ അതാണ് ഇപ്പോൾ. സ്റ്റിക്കിന് ഞാൻ തേടുമ്പോഴേക്കും ലൈവ് കഴിയും. വെരി ഗുഡ് ലൈവ്, സൂപ്പർ എൻജോയ്മെൻറ്റ് ലൈവ്. ഓക്കെ എന്താണ് പളനിസ്വാമി അനിത എല്ലാവർക്കും അറിയാം. അതെല്ലാവർക്കും അറിയാം. ഭാഗ്യം അനിതാണ് വായിച്ചത്. എന്താ ചെയ്യാം. പ്രസാദ് ഫോർ റിപ്ലൈ. പ്രസാദായിട്ട് പറയട്ടാ. ഞാനും ചിരിച്ചു. കളിയാക്കി ചിരിച്ചു. ഗഫൂറട്ടെ. 1 മണിക്കൂറിന് ഇനി 11 മിനിറ്റ് ഉണ്ട്. എൻ്റെ ചാർജും ഇല്ല. ഇവിടെ സ്റ്റിക്കും കാണാനില്ല. എവിടെ വെക്കിയ ഫോണ്? ഇവിടെ ഇരിക്കാം. ഞാൻ ഇരിക്കാതെ പ്രശ്നമല്ലോ. ഇവിടെ ചേർന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. 1 മണിക്കൂറിനൊന്നും ഇരിക്കാമെന്നൊന്നുമില്ല. എന്നാലും ശരി, നിങ്ങൾ വർത്താനം പറയുന്നു വന്നപ്പോ ഇന്ന് ലീവ് അല്ലയോ അല്ലേ? അതുകൊണ്ടാണല്ലേ ഇരുന്ന് വർത്താനം പറയുന്നത്. അങ്ങനെ പറയരുത് ജെറി. അവര് ചെറിയ കുട്ടിയല്ലേ ജയേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയും. അനുഭവങ്ങൾ അതാണ് നമ്മുടെ ഗുരു. അപ്പൊ പിന്നെ പ്രതീക്ഷിക്കാൻ തുടങ്ങും. ബാറ്ററി മൊബൈലിൽ കുത്തിയിട്ട് ഉപയോഗിക്കരുത്. മൊബൈലിൽ കുത്തിയിട്ട് ഉപയോഗിക്കരുത്. അതല്ലേ ഹരിദാസ് കേട്ടാ. അങ്ങനെ മലയാളം ലവ് സോങ് പ്ലീസ് അക്ക. മലയാളം പട്ടുടുത്ത മുന്നിൽ വന്ന പിന്നെ നീ മുത്തുമാല കോർത്തു വച്ചതാർക്കു വേണ്ടിന്നാണോ? ഫോൺ ചാർജിൽ വെക്കൂ. ഒരു പ്രതീക്ഷയും ഇല്ലായിരിക്കൂ. ടുഡേ ലീവാണ്. അതെ അല്ലേ പ്രസാദേട്ടാ. ഓക്കെ ഗുഡ് ഈവനിങ്. ഹാപ്പി മേ ഡേ. ഓക്കെ സെയിം ടു യു. ഞാൻ വീണ്ടും വന്നു. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അച്ഛ അവിടെ ഇരിക്കേ. ആരാണ് ചെറിയ കുട്ടി? എനിക്ക് 2 വട്ടം പ്രായപൂർത്തിയായതാണ്. അയ്യോ എനിക്ക് മനസ്സിലായില്ല. സൂപ്പർ സോങ് ആണ്. ഓക്കെ നല്ല സൗഹൃദം എന്ന് അനുഗ്രഹമാണ്. നമ്മെ അറിയുന്നവർ നമ്മൾ പിണങ്ങിയാലും. അപ്പാടി മുരുക എത്ര നിങ്ങൾ എഴുതിയതിനുള്ളിൽ. എൻ്റെ ദൈവമേ. ജയേട്ടനാളെ പുലിയാണ് കേട്ടോളെ. ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ, എന്നിട്ടേ അത് വായിക്കാൻ പറ്റുള്ളൂ. നല്ല സൗഹൃദങ്ങൾ എന്ന ഒരു അനുഗ്രഹമാണ്. നമ്മളറിയുന്നവർ നമ്മളെ പിണങ്ങിയാലും ദേഷ്യപ്പെട്ടാലും കടുത്ത വാക്കുകൾ പറഞ്ഞാലും ഒരു നിബന്ധനയും വെക്കാതെ വീണ്ടും എല്ലാം മറന്നു നമ്മളോടൊപ്പം ചിരിക്കുന്നവർ, നമ്മളുടെ കരച്ചിൽ മറന്ന് മാറ്റുന്നവർ, തെറ്റുകൾ കണ്ടാൽ തിരുത്തുന്നവർ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കുന്നവർ, യഥാർത്ഥ സ്നേഹത്തെ അഭിമാനമായി കാണാത്തവർ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെടുത്താതെ കൂടെ നിൽക്കുന്നവർ. അങ്ങനെയുള്ള ചില സൗഹൃദങ്ങളുമുണ്ട്. മനസ്സിൻ്റെ മണിച്ചെപ്പിൽ നിറമുള്ള നിറമുള്ള പട്ടിൽ പൊതിഞ്ഞു എന്നെന്നും സൂക്ഷിക്കുന്ന ഒരിക്കലും മരിക്കാത്ത ചില സൗഹൃദങ്ങളും ഒരുപാട് സൗഹൃദങ്ങൾ വേണമെന്നില്ല. ഉള്ള സൗഹൃദങ്ങൾ
ജീവന് ഉണ്ടായാൽ മതി, ജീവനുണ്ടായാൽ മതി രാണിക്കുട്ടി. ഓക്കെ ഏട്ടാ, ജീവനുണ്ടായാൽ മതി എന്നല്ലേ? ഓക്കെ, വളരെ ശരിയാണ്. ക്യൂട്ട് സ്മൈലി. ജെറേട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ പാവം ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാവും ഇങ്ങനെ. അതിന് 60 വയസ്സ് ആയില്ലേ? അതിന് 60 വയസ്സായില്ലേ? എന്ത് പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജ് മൈതാനത്ത്. ഓ, ഇതിനായിരിക്കും റിപ്ലൈ തന്നിട്ടില്ല. അല്ല, പ്രേമിക്കാനുള്ള വയസ്സൊന്നുമില്ല, പ്രശ്നമില്ല. പ്രേമം എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്താണെങ്കിലും, അല്ലാതെ വയസ്സ് അങ്ങനെയൊന്നുമില്ല. പ്രണയം എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ആരിനെ കൊണ്ട് വേണമെങ്കിലും തോന്നും. വയസ്സോ അല്ലാതെ ഭംഗിയോ ഒന്നും അല്ല കാര്യം. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജ് മൈതാനത്തിൽ. അനുക്കുട്ടിയെ ആ പരിസരത്ത് കണ്ടില്ല. ഞാൻ ആ പരിസരത്ത് വന്നാലല്ലേ നമ്മൾ ഈ സ്കൂളോടെ നിർത്തിയില്ലേട്ടാ. എന്താണ്, അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുണ്ട്, ഇത്തിരി മെന്റൽ ഇഷ്യൂ ഉള്ളതാണ്. എന്നോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാ. പണ്ട് അടിയായിരുന്നു. എന്ത് കിട്ടിയാലും ഇപ്പൊ കൊണ്ടു തരും. അതിന്റെ കാര്യം വേറെയാണ്. ഇഷ്ടംപോലെ കൊണ്ടു തരും. അതെല്ലേ, മാങ്ങ. അതെ അതെ, ഒരുപാട് കഴിക്കില്ലേ, ചൂട് തണുപ്പ് എല്ലാം കൂടെ ഒരളവിന്. വലിയ കുട്ടി അപ്പോൾ വലിയ കുട്ടിയായി. വയ്യ വയ്യടപ്പ. പ്രണയത്തിന് പ്രായമുണ്ടോ? ഇല്ല, എനിക്ക് തിരക്കാണ് മോളെ, അതാണ് വരാത്തത്. അതല്ലേ? ഓക്കെ ഏട്ടാ. ഇന്ന് അതിന് 60 വയസ്സായില്ല. ആ പാവം ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ്. ശരി. സബോട്ടാ, തൻ്റെ റീൽസുകൾ ഞാൻ കാണാറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടമായ ഒരു റീൽസാണ് കാതൽ മന്നവൻ. ആ ഡാൻസ് ഉണ്ട്. കളിയാക്കിയതല്ലേ? അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഗുഡ് മോർണിംഗ് ഹരിദാസ്, ഗുഡ് മോർണിംഗ് പറയുന്നു. പ്രണയത്തിന് പ്രായമില്ല, പ്രായമില്ല. അതെ, എനിക്ക് വയ്യ. എനിക്ക് തിരക്കായിരുന്നു കൊണ്ടോ കേട്ടോ. ബിജുവേട്ടാ, ഓക്കെ ഏട്ടാ. കഴിച്ചേട്ടാ, ഭക്ഷണം കഴിച്ചേട്ടാ ബിജുവേട്ടാ. അച്ചൂസെ, പ്രണയത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ലടാ. ആർക്കും എപ്പോ വേണമെങ്കിലും വരാണ്ട എൻ്റെ കുട്ടി. അതെ, അത് ശരിയാ. കണ്ണും മൂക്കും ഇല്ല, പ്രായമായാൽ മരിക്കും. തമിഴ് സോങ് പാടാവോ വനിതാ പ്രസാദ് ഏട്ടാ? എന്താണ് പാപ്പാക്ക് കൊളുന്ത വെത്തല് തൊട്ടാനാ ചവക്കും മച്ചാനിയും മച്ചിരി നാനും. ഇത്ര അറിയുള്ളൂ. യു സ്മൈൽ സോ ക്യൂട്ട് സിസ്റ്റർ. താങ്ക് യു വിനോദേട്ടാ. ടൈം ഫോർ സെയിം വർക്ക്. അതെല്ലേ, പലവട്ടം വായിച്ചു. അപ്പൊ ശരി, എന്നാ ഞാൻ പോകുന്നു. ടാറ്റാ, പോകുന്നു കേട്ടോ. ഫോണിൽ ചാർജ് കുത്തുന്നിട്ട് നമ്മള് പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ നല്ല ചൂടായിട്ടുണ്ട് ഫോണ്. അപ്പോ റിസ്ക് എടുക്കുന്നില്ല. ടാറ്റാ, വൈകുന്നേരത്ത് കാണാം.